കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദോഹയിലുള്ള പ്രിയ സഹോദരന്മാരുമായിട്ട് ഒരുമിച്ച് ഈ രാത്രിയിലും ആയിരിക്കാൻ ദൈവം തന്ന നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടെ യുദ്ധത്തിൻ്റെയൊക്കെ സമയങ്ങളിലൊക്കെ ദൈവം ഇത്രത്തോളം നിങ്ങളെ ഓരോരുത്തരെയും പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ എല്ലാ കരുതലുകളെയും ഓർക്കുന്നു. നന്ദിയോടെ ദൈവം ഭാഗമായിരിക്കുന്നു. നമുക്കിന്ന് പ്രാരംഭമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു 1-2 വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് കൊലോസ്യർ 2-ന്റെ 16-17 വാക്യങ്ങൾ. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിൽ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനുള്ളവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. നമ്മൾ ലേഖനത്തിലെ ചില വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. നമ്മൾ യഥാർത്ഥ ദൈവത്തിൻ്റെ വഴിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിലെ പലപ്പോഴും പലതും നിഴലായിട്ടും പൊരുളായിട്ടുമാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നീളം നമ്മൾ കാണുന്നത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആ നിലയിൽ നിഴലേതാണ് പൊരുളേതാണ് എന്ന് പലപ്പോഴും നമ്മൾ ദൈവവചനത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഈ കൊലോസ്യർ 2-ന്റെ 18 വായിക്കുന്നത്, നമ്മൾ തലയെ മുറുകെ പിടിക്കാതെ ഇരിക്കുന്നവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുതെന്നൂടെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നതായ കാര്യം. നമ്മൾ ആത്മീയ കോളത്തിൽ അല്ലെ ആത്മീയ ജീവിതത്തിൽ ഇന്നത്തെ പ്രത്യേകിച്ച് ഒരു ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ആത്മീയ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെ അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പിടുത്തം, നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കണം എന്ന് ഓർപ്പിക്കുന്നതായൊരു വചനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചൊരു മനുഷ്യൻ്റെ നിഴൽ കണ്ടാൽ ഒരാൾ വരുന്നു എന്ന് നമുക്ക് ആ നിഴലിലൂടെ മനസ്സിലാവും. പക്ഷെ ആ മനുഷ്യൻ നേരിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മളാരും നിഴലിനെ ശ്രദ്ധിക്കാറില്ല. അപ്പം തന്നെ നമ്മൾ നിഴലിനെ നിഴലായിട്ടും യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായിട്ടും കാണേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് ദൈവവചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിഴലായിട്ടും അതിൻ്റെ പൊരുളായിട്ടും പറഞ്ഞു തരുന്ന ആ കാര്യങ്ങളുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഷണ്ണൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തേരിനോട് ചേർന്ന് നടന്ന ഫിലിപ്പോസ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാവുമെന്നാണ് ഈ ഷണ്ണൻ ഫിലിപ്പോസിനോട് തിരിച്ചു പറയുന്ന കാര്യം. അപ്പോൾ നിഴലായിട്ടുള്ള കാര്യങ്ങളെയും പൊരുളായിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം ഇവിടെ ഉണ്ട്. അപ്പം തന്നെ നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലൻ ഈ കാര്യത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നതായ കാര്യം. ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അനേക പെരുന്നാളുകളെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. ആ പെരുന്നാളുകൾക്കൊക്കെ അതിനൊരു പൊരുളായിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ടെന്നുള്ളതാണ് ഒരു സത്യം. പ്രത്യേകിച്ച് പെസഹ പെരുന്നാളാണ് ഒരു പെരുന്നാൾ. പെസഹ കുഞ്ഞാടെന്ന് പറയുന്നതാണ് അതിൻ്റെ പൊരുളായ ക്രിസ്തു. അതുപോലെ യാഗങ്ങൾ, അതിൻ്റെ യാഗങ്ങളൊക്കെ ഒരു നിഴലായിട്ട് മനുഷ്യനെ അല്ലെ ആ ആദിമ കാലഘട്ടങ്ങളിൽ ദൈവം കാണിച്ചു. അതൊരു ക്രിസ്തുവിൻ്റെ ബലിയായിട്ട് ആ യാഗങ്ങളെ നമുക്ക് പൊരുളാക്കി ക്രിസ്തു തന്നു. അതുപോലെ ശബത്ത്
അതിൻ്റെ വിശ്രമം. നമ്മൾ ഇന്ന് വായിച്ച കാര്യത്തിൽ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞത്. ആ ശബത്തിലെ വിശ്രമം, ആത്മീയമായ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്രമത്തെക്കുറിച്ച് അതിൻ്റെ പൊരുളായിട്ട് ദൈവം നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ ദൈവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. അവൻ അത് തന്നെ ഒരു ദൈവാലയമായി തീരുന്നു. അതുപോലെ 2 3 പേർ കൂടി വരുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ആ നിഴലായ കാര്യങ്ങളെയും പൊരുളായ കാര്യങ്ങളെയും നാം തരംതിരിച്ച് കാണേണ്ടതായ കാര്യമുണ്ട്. പ്രത്യേകിച്ച് ദൈവവചനത്തിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പെരുന്നാളുകൾ എന്ന് പഴയ നിയമത്തിൽ നമ്മൾ പറയും. അതിൽ തന്നെ പെന്തക്കോസ് പെരുന്നാളിനെ കുറിച്ച് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു. അവിടെ പെന്തക്കോസ് പെരുന്നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്ന് നമ്മളവിടെ കാണും. ആ പെന്തക്കോസ് ദിനത്തിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ അത് ഇസ്രായേലിൻ്റെ ഒരു പെരുന്നാളായിരുന്നു. ആ ദിവസമാണ് അവരെല്ലാം അവിടെ കൂടി വന്നതെന്നാണ് ഇവിടെ യഹൂദനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു പെരുന്നാളാണ്. യഹൂദന് ഇത് പെസഹായ്ക്ക് ശേഷമുള്ള 50-ാം ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്നാണ് അവർ ഈ പെന്തക്കോസ് പെരുന്നാൾ ആചരിക്കുന്നത് എന്ന് നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. ഇതിനെ പെന്തക്കോസ് എന്ന് വിളിക്കുന്നത്, ഇതിന് 2 അർത്ഥങ്ങൾ തിരുവെഴുത്ത് നോക്കുമ്പോൾ ഉണ്ട്. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് 50-ാം ദിവസം അല്ലെങ്കിൽ പെസഹ കഴിഞ്ഞ് 50-ാം ദിവസം അവർ സീനായിൽ വെച്ച് ദൈവം ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പ്രമാണം കൊടുത്ത ദിവസമായിരുന്നു. സഭയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ പുതിയ നിയമം സ്ഥാപിച്ചതും പുതിയ പ്രമാണം ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതുമായ ഒരു അനുഭവമാണ് ഈ പെന്തക്കോസ് എന്ന് പറയുന്നതിനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആഴ്ചകളുടെ പെരുന്നാളായിട്ട് ഇന്നും അവർ ആചരിച്ചു വരും. അത് അവർ പെസഹായ്ക്ക് ശേഷം ഉള്ള 50-ാം ദിവസമാണ് അവർ അത് ആചരിക്കുന്നത്. പെസഹ കുഞ്ഞാടിനെ കൊന്ന് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച ശേഷം ദൈവം അവരോട് 50 ദിവസം എണ്ണാൻ പറഞ്ഞു. അതാണ് അവർക്ക് പെന്തക്കോസ് എന്ന് പറയുന്നതായ പെരുന്നാളായിട്ട് അവർ ആചരിച്ചു വരുന്നത്. ഇന്നും ഇസ്രായേലിൽ അത് അവരാചരിച്ചു വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പെസഹായെ സംബന്ധിച്ചിടത്തോളം അതൊരു വിടുതലിൻ്റെ ദിവസമാണ്, അല്ലെങ്കിൽ ഒരു അടിമത്തത്തിൻ്റെ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച ഒരു ദിവസമാണ്. പെസഹ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി അല്ലെങ്കിൽ കട്ടിളക്കാൽമേലും കുറുമ്പടിമേലും ഒക്കെ ആ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടി ആ മിസ്രൈമ്യ ആധിപത്യത്തിൽ നിന്ന് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ച ആ ഒരു വിടുതലിൻ്റെ ദിവസമാണ് അവർക്ക് പെസഹ എന്ന് കാണാൻ കഴിയും. അപ്പോൾ തന്നെ 50-ാം ദിവസം അവർക്കൊരു ഉടമ്പടിയുടെ ദിവസമാണ്. മോശ ജനത്തെ താഴ്വാരത്തിൽ നിർത്തി സീനായ് മലയിലേക്ക് കയറിപ്പോയി അവിടെ 40 ദിവസം ദൈവത്തോടൊപ്പം കൊടുത്ത ആ പ്രമാണം അല്ലെങ്കിൽ കൽപ്പനകൾ എഴുതി കൊടുത്ത ദിവസമായിരുന്നു ഈ 50-ാം ദിവസം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലാണ് പ്രത്യേകിച്ച് ഈ പെന്തക്കോസ് പെരുന്നാളിനെ കുറിച്ച് പറയുന്നത് 23-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളിലാണ്. അത് 7 ആഴ്ചകൾ 41 ദിവസം എന്ന് അടുത്ത ദിവസം 50-ാം ദിവസം എന്നുള്ള ഒരു നിലയിലാണ് ആ പെന്തക്കോസിനെ നമ്മളവിടെ കാണുന്നത്. 50-ാം ദിവസം എന്നുള്ളതാണ് പെന്തക്കോസിൻ്റെ കാര്യം. അതുപോലെ ഇസ്രായേൽ അവർ ആഴ്ചകളുടെ പെരുന്നാൾ അല്ലെ എബ്രായ ഭാഷയിൽ ഷാവൂട്ട് ഉള്ള ഫീസ്റ്റ് എന്നുള്ളതാണ് അവർ ആചരിച്ചു വരുന്നത് ഇപ്പോഴും. അപ്പോൾ ചരിത്രപരമായിട്ട് സംഭവിച്ച കാര്യം, മോശയ്ക്ക് പ്രമാണം ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന് ഇസ്രായേലിന് ന്യായപ്രമാണം നൽകി എന്നുള്ളതാണ്. ആ ന്യായപ്രമാണം നൽകിയപ്പോൾ മലയിലെ തീ, ഇടിമുഴക്കം, കാഹളം, ദൈവത്തിൻ്റെ ശബ്ദം, ഇതിൻ്റെ എല്ലാ അകമ്പടിയോടുകൂടിയാണ് 10 കൽപ്പനകളെ നൽകിയതെന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് അടുക്കൽ അല്ലല്ലോ
നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് പുതിയ നിയമ അനുഭവത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഇപ്പോൾ പഴയ ആ ഉടമ്പടിയുടെ അനുഭവം ഇതുപോലെ ആ മലയിൽ വലിയ തീ കത്തുന്നതായ അനുഭവം ഉണ്ടായിരുന്നു. വലിയ മേഘതമസ്സുണ്ടായിരുന്നു, കൂരിട്ടുണ്ടായിരുന്നു, കൊടുങ്കാറ്റുണ്ടായിരുന്നു, കാഹളനാദം ഉണ്ടായിരുന്നു, വാക്കുകളുടെ ശബ്ദം, അങ്ങനെ വളരെ വളരെ ദൈവസാന്നിധ്യം ആ ഒരു വലിയ അളവിലാണ് ആ സമയത്ത് മോശയ്ക്ക് വെളിപ്പെട്ടത്, അല്ലെ ഇസ്രായേലിന് വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ പ്രമാണം കൊടുത്തത് ആ ഒരു വലിയ പശ്ചാത്തലത്തിലാണ് ദൈവം ഇസ്രായേലിന് കൊടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ ഈ പെസഹ പെരുന്നാളും ഈ പെന്തക്കോസ്ത് പെരുന്നാളും 50 ദിവസത്തെ വ്യത്യാസത്തിലാണ്. ഒന്ന് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു, അതുപോലെ ഒന്ന് അവർക്ക് ആ നിയമം കൊടുക്കുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15-ന് ഇന്ത്യയിൽ ആചരിച്ചു വരുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. എന്നാൽ ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനമെന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ഇന്ത്യ ഒരു ഭരണഘടനയൊക്കെ ഉണ്ടാക്കി ആ നിലയിൽ ഒരു ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസമാണ് റിപ്പബ്ലിക് ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതുപോലെയാണ് ഇസ്രായേലിന് പെസഹായും പെന്തക്കോസും എന്ന് നമുക്ക് അവരുടെ അനുഭവത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പെസഹ കുഞ്ഞാടായി മാറിയതിന് ശേഷം, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടതിന് ശേഷം, ശിഷ്യന്മാർക്ക് വീണ്ടും 50 ദിവസം അവർ കാത്തിരുന്നു. 40 ദിവസം അവർ കഴിഞ്ഞപ്പോൾ സ്വർഗാരോഹണം ചെയ്തു. പിന്നെ അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു. അവർ 10 ദിവസം കാത്തിരുന്നു. അങ്ങനെ 50 ദിവസം ആയപ്പോഴാണ്, പെസഹായ്ക്ക് ശേഷം 50 ദിവസം ആയപ്പോഴാണ് ഈ പെന്തക്കോസ്ത് നാൾ വന്നതും അന്നാണ് പരിശുദ്ധാത്മാവ് അവരുടെ ഇടയിൽ, ശിഷ്യന്മാരുടെ ഇടയിൽ ഇറങ്ങി വന്ന് അവരെ ആത്മാവിനാൽ നിറയ്ക്കി അവരുടെ ഹൃദയ പലകമേൽ ദൈവത്തിൻ്റെ പുതിയ പ്രമാണം എഴുതുകയും ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ 50-ാം ദിവസത്തിന് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വളരെ ദിവസത്തിൽ പോലും വളരെ വളരെ യോജിപ്പുണ്ട്. ആ നിഴലായതും പൊരുളായതും വളരെ വളരെ വ്യക്തമായിട്ടാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പോഴേ പഴയ നിയമത്തിലാണെങ്കിൽ കാറ്റിൻ്റെ ശക്തി പോലുള്ള ശബ്ദവും അതുപോലുള്ളതാണെങ്കിൽ, ഇവിടെയും വളരെ കാറ്റിൻ്റെ ശക്തി പോലെയുള്ള ശബ്ദവും അഗ്നിനാവുകളും ഒക്കെ ഉണ്ടായി. പരിശുദ്ധാത്മാവ് വിശ്വാസികളെ നിറച്ചു, അവർ പുതിയ ഭാഷകളിൽ സംസാരിച്ചു. അങ്ങനെ ഇവിടെയും അതുപോലത്തെ ചില അടയാളങ്ങളും ശബ്ദങ്ങളും എല്ലാം ഈ കാര്യത്തിനുണ്ടായിരുന്നു. അതുപോലെ അന്ന് ദൈവത്തിന് പ്രമാണം കൊടുത്തപ്പോൾ പഴയ നിയമത്തിലെ 3000 പേര് മരിച്ച ഒരു സംഭവം കൂടെ ഉണ്ട്. കാര്യം, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പം അവിടെ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കാൻ പറയുകയും ലേവി ഗോത്രം വേർതിരിഞ്ഞ് അവിടെ ഒരു വലിയ സംഹാരം നടക്കുകയും 3000 പേരോളം അന്ന് ഇസ്രായേലിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതുപോലെ ഒരു 3000 പേര് രക്ഷിക്കപ്പെട്ട ദിവസം കൂടിയാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ദിവസം, അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ ഈ പുതിയ നിയമത്തിൽ സംഭവിച്ചത്. എന്നുള്ളത് നമ്മൾ കാണണം. 3000 പേര് രക്ഷിക്കപ്പെട്ടു. ആ ദിവസം ഒരു സഭ ജനിച്ചു. പക്ഷേ ഒരു 3000 പേരുടെ മരണം സംഭവിച്ച സ്ഥാനത്ത് ഇവിടെ 3000 പേര് ജീവിക്കപ്പെട്ടു എന്നുള്ളതായ കാര്യം കാണും. അതുപോലെ ഈ നിഴലും പൊരുളും തമ്മിലുള്ളതായ വലിയ സാദൃശ്യങ്ങളെ നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് കഴിയും. സീനായി മലയിൽ അത് പഴയ ഉടമ്പടിയാണെങ്കിൽ, പെന്തക്കോസ്ത് നാളിൽ അത് പുതിയ ഉടമ്പടിയായിട്ട് എഴുതി. അത് പഴയ നിയമത്തിൽ അത് കല്ലിൽ എഴുതിയ നിയമമായിരുന്നെങ്കിൽ ഇത് ഹൃദയങ്ങളിൽ എഴുതിയ ഒരു നിയമമായിട്ട് ദൈവം തന്നു. ഒന്നത് ബാഹ്യ കൽപ്പനയായിരുന്നെങ്കിൽ ഇത് ഒരു ആന്തരിക ശക്തിയായിട്ട് ദൈവം തന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ പ്രമാണം തന്നപ്പോൾ ദൈവത്തിന് ഭയം അവിടെ ജനിപ്പിച്ചെങ്കിൽ, ഈ രണ്ടാമത്തെ പ്രമാണം ദൈവികമായ ഒരു ബന്ധത്തിലേക്ക് തൻ്റെ മക്കളെ, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യരെ തമ്മിലുള്ള വ്യത്യാസമായിട്ട് കാണാൻ കഴിയുന്നത്, അവിടെ സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിച്ചതിൻ്റെ പേരിൽ ലേവി 3000 പേരെ കൊന്നു, അല്ലെങ്കിൽ 3000 പേര് ഇസ്രായേലിൽ മരിച്ചെങ്കിൽ 3000 പേര് ഈ പെന്തക്കോസ്ത് നാളിൽ രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ
കാര്യങ്ങൾ തമ്മിൽ വളരെ സാദൃശ്യങ്ങൾ പലപ്പോഴും ഈ നിഴലായ കാര്യവും പൊരുളായ കാര്യവും തമ്മിൽ ഉണ്ട്. അത് പർവ്വതം അന്ന് തീയിൽ എരിഞ്ഞെങ്കിൽ തീയിൽ നിറഞ്ഞ് അഗ്നിനാവുകളാൽ നിറയപ്പെട്ട അനുഭവം പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായി എന്ന് നമ്മൾ കാണുന്നു. അന്ന് ഇസ്രായേൽ ജനത അവർക്ക് ദൈവത്തിൻ്റെ നിയമം നൽകിയ ഒരു ജനതയായിട്ട് തീർന്നു. അതുപോലെ പെന്തക്കോസ്ത് നാളിൽ ഒരു സഭ ജനിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം ഈ മാറ്റം വാഗ്ദാനം ചെയ്തത് നിവർത്തിക്കുകയായിരുന്നു. ആ പഴയ നിഴലായിട്ട് തന്ന അനുഭവങ്ങളെ അത് പൊരുളായിട്ട് ദൈവം വെളിപ്പെടുത്തിയതാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളിലൊക്കെ അത് നമ്മൾ വായിക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും എന്നുള്ളതായ വചനങ്ങളൊക്കെ അവിടെ നമ്മൾ കാണുന്നല്ലോ. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നമുക്ക് തരും. അതിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കും എന്നുള്ളതായ വാക്തത്വങ്ങളൊക്കെ പഴയ ഉടമ്പടിയിൽ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് ഈ നിഴലായ കാര്യവും പൊരുളായ കാര്യവും നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ പെസഹായുടെ അനുഭവം അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം നമ്മളെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്നു എന്നുള്ളതായ ഒരു നിഴലായി നമുക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ പെന്തക്കോസ്ത് അനുഭവം പരിശുദ്ധാത്മാദാനം, അതായത് നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്ന ഒരനുഭവമായിട്ട് തന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പെസഹ നമുക്ക് ഒരു പാപക്ഷമയെ വാഗ്ദാനം ചെയ്തെങ്കിൽ പെന്തക്കോസ്ത് നമുക്ക് രൂപാന്തരത്തെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. യേശു നമ്മൾക്ക് വേണ്ടി മരിച്ചു. എന്നാൽ ഈ പെസഹായിൽ യേശു നമ്മൾക്ക് വേണ്ടി മരിച്ചതിൻ്റെ നിഴലായി കാണിക്കുന്നെങ്കിൽ പെന്തക്കോസ്ത് യേശു നമ്മളിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മളെ കാണിക്കുന്നു. അതുപോലെ പെരുന്നാളുകളിൽ മറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ സമ്പൂർണ്ണ സുവിശേഷത്തെ നമ്മൾ നിഴലായിട്ടും പൊരുളായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ ഒന്നാം വരവ് സംബന്ധിച്ച് നിഴലായിട്ട് 3 പെരുന്നാളുകളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്കൊരു നിഴലായിട്ട് നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കാലത്തിന് നിഴലായി ഒരു പെരുന്നാളിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ യേശുവിൻ്റെ 2ാം വരവ് സംബന്ധിച്ച് അവസാന നാളുകൾക്ക് നിഴലായിട്ട് 3 പെരുന്നാളുകളും പഴയ ഉടമ്പടിയിൽ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യവും നമ്മൾ മറക്കാതിരിക്കണം എന്ന് ദൈവം നമ്മളെ. യേശുവിൻ്റെ 1ാം വരവിനെ സംബന്ധിച്ചുള്ള 3 പെരുന്നാളുകളെ നമുക്ക് നോക്കാം. അതിൻ്റെ നിവൃത്തീകരണത്തെ നമുക്ക് നോക്കാം. പെസഹ പെരുന്നാൾ, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. അവിടെ നമ്മൾ വായിക്കുന്നത് ലേവ്യ പുസ്തകം 23-ന്റെ 5-ൽ നമ്മൾ വായിക്കുന്നത് 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ എന്നവിടെ ലേവ്യ പുസ്തകം 23-ന്റെ 5-ൽ വായിക്കുന്നു. അതിൻ്റെ പുതിയ നിയമ നിവർത്തീകരണമായിട്ട് 1 കൊരിന്ത്യർ 5-ന്റെ 7-ൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആ നിഴലായ കാര്യം പൊരുളായിട്ട് ദൈവം വെളിപ്പെടുത്തിയ കാര്യമാണ് ഈ പെസഹ പെരുന്നാളിനെ നിഴൽ പൊരുളാക്കി തീർത്ത കാര്യമാണ് പുതിയ നിയമത്തിൽ നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ 2ാമത്തെ പെരുന്നാളിനെ കുറിച്ച് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിട്ട് പറയുന്നു. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അത് നമ്മൾ വായിക്കുന്ന ആ മാസം 15-ാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം എന്നിവിടെ നമ്മൾ കാണുന്നു. അതിൻ്റെ പൊരുളായിട്ട് 1 കൊരിന്ത്യർ 5-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ കാണുന്നു. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല സ്വച്ഛതയും തിന്മയും പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടതല്ല സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. പുതിയ നിയമത്തിലും ഈ പെരുന്നാളിനെ ഇവിടെ പൊരുളായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെടുന്ന അനുഭവത്തെ പെസഹ പെരുന്നാൾ കാണിക്കുന്നെങ്കിൽ പുളിപ്പില്ലാത്ത ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് ഈ പുളിപ്പില്ലാത്ത പെരുന്നാൾ നമുക്ക് പൊരുളായിട്ട് നൽകിയിരിക്കുന്നു. 3ാമത്തെ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള 3ാമത്തെ പെരുന്നാൾ ആദ്യഫല പെരുന്നാളാണ്. ലേവ്യ പുസ്തകം 23-ന്റെ 10-ഉം 11-ഉം വാക്യങ്ങളിലാണ് അവിടെ നമുക്ക് ഈ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബ്ബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം എന്ന് ലേവ്യ പുസ്തകത്തിൽ 23 അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ നമ്മൾ ഈ ആദ്യഫല പെരുന്നാളിനെ കുറിച്ച് പറയുന്നു. ഇതിൻ്റെ നിവർത്തീകരണം ഈ 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തരും താന്താൻ്റെ നിരയിലത്രേ. 1 കൊരിന്ത്യർ 15ന്റെ 23 നമ്മളത് വായിക്കുന്നു. ഓരോരുത്തരും താന്താൻ്റെ ുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പോഴേ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്ന ഈ പെരുന്നാള് ആദ്യഫലമായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു, പിന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന അത് പൊരുളായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ സംബന്ധിച്ച് ഈ 3 പെരുന്നാളുകളും നിവർത്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് നമ്മൾ കാണുന്നത് പെന്തക്കോസ്ത് പെരുന്നാളാണ്. 5-ാമത്തെ പെരുന്നാള്, നാലാമത്തെ പെരുന്നാള് പെന്തക്കോസ്ത് പെരുന്നാളായിട്ട് നമ്മൾ കാണും. ലേവ്യ പുസ്തകം 23 അധ്യായത്തിൻ്റെ 16 വാക്യത്തിലാണ്. ഈ പെരുന്നാളുകളെ കുറിച്ചെല്ലാം ഈ ലേവ്യ പുസ്തകം 23 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 16 വാക്യം അവിടെ നമ്മൾ കാണുന്ന 7-ാമത്തെ ശബ്ബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം എന്ന് ഈ പെന്തക്കോസ്ത് പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ 50-ാം ദിവസം എണ്ണി ആ ദിവസം എത്തുമ്പോൾ ഈ കാര്യം ചെയ്യണമെന്നാണ്, ഈ പെരുന്നാൾ ആചരിക്കണമെന്നാണ് ഇസ്രായേൽ മക്കളോട് ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിച്ചുകൊണ്ടിരുന്നത്. ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴാണ് എല്ലാവരും ഭക്തിയുള്ള യഹൂദന്മാരെല്ലാം യെരുശലേമിൽ ഈ പെരുന്നാൾ ആചരിക്കാനായിട്ടാണ് കൂടി വന്നത്. അപ്പോഴാണ് മർക്കോസിൻ്റെ മാളികമുറിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിക്കൊണ്ട് അത് നിവർത്തീകരിച്ചത്. അപ്പോൾ അവിടെ കൂടി വന്നവരാണ് ആ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കാനായിട്ട് വന്നവരെല്ലാമാണ് അവിടെ കൂടി വരികയും 3000 പേര് അവിടെ രക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്ത് നമ്മളെ സഭയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. ഇനി നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ 2-ാം വരവിന് മുമ്പായിട്ട് നിവർത്തീകരിക്കപ്പെടേണ്ട 3 പെരുന്നാളുകളെ കുറിച്ചാണ്. കർത്താവിൻ്റെ 2-ാം വരവിനോടനുബന്ധിച്ച് നിവർത്തീകരിക്കപ്പെടേണ്ട പെരുന്നാളുകളെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം നേടലായിട്ട് ആചരിക്കാനായിട്ട് നൽകിയിരിക്കുന്നു. അതും ലേവ്യ പുസ്തകം 23 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ ഒരു പെരുന്നാളിനെ കുറിച്ച് പറയുന്നു. 23 അധ്യായത്തിൻ്റെ 24 വാക്യം, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 1-ാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗവുമുള്ള സ്വസ്ഥതയുള്ള ദിവസവുമായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. കാഹളധ്വനിയുടെ ജ്ഞാപകം, കാഹളധ്വനി പെരുന്നാൾ എന്ന പേരിൽ ഈ പെരുന്നാൾ അറിയപ്പെടുന്നു. ആ പെരുന്നാളിനെ കുറിച്ച് പുതിയ നിയമത്തിൽ നിവർത്തീകരണമായിട്ട് പറയുന്നതാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ, ആ കാഹളധ്വനിയോടുകൂടെ വരുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മയായിട്ടാണ് ഈ കാഹളധ്വനി പെരുന്നാൾ നമ്മൾ പഴയ ഉടമ്പടിയിൽ കാണുന്നു. ചെയ്യും എന്ന് നമുക്ക് വളരെ പരിചിതമായ വാക്യം ഈ ഒരു കാഹളധ്വനി പെരുന്നാളിൻ്റെ നിവർത്തീകരണമാണ്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 31 വാക്യത്തിലും നമ്മളത് വായിക്കുന്നു. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്നുള്ള കാര്യം ഈ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് ഉള്ള ഓർമ്മയ്ക്കായിട്ട് ഈ പെരുന്നാൾ കാണുന്നു. അതുപോലെ ഈ പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും വളരെ ഒരേ സമയത്ത് നടക്കുന്നതായ ഒരു പെരുന്നാളായിട്ടാണ് നമ്മൾ ആദ്യം വായിച്ചപ്പോൾ കാണുന്നത്. അതുപോലെ ഈ കാഹളധ്വനി പെരുന്നാളും മഹാപാപപരിഹാര പെരുന്നാളും ഒരുമിച്ച് നടക്കുന്ന ഒരേ സമയത്ത് തന്നെ നടക്കുന്നതായ ഒരു പെരുന്നാളായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതിൻ്റെ 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകും.
അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണമെന്ന് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമ്മൾ ഈ പെരുന്നാളിനെ കുറിച്ച്, ഈ പാപപരിഹാര ദിവസത്തെക്കുറിച്ച് പറയും. നമുക്ക് പുതിയ നിയമത്തിൽ ഇതിൻ്റെ നിവർത്തീകരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 22 വരെ ഉള്ള വാക്യങ്ങൾ കാണുന്നു. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്നുണ്ടാകും എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21 22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. ബൃഹന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും എന്ന് നമ്മളവിടെ കാണുന്നു. അതുപോലെ തുടർന്ന് 2 പത്രോസ് 3:7 ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തെ കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു എന്നും പുതിയ നിയമത്തിൽ നമ്മൾ ഈ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നു. അവസാനത്തെ പെരുന്നാളായിട്ട്, 7-ാമത്തെ പെരുന്നാളായിട്ട് കൂടാര പെരുന്നാൾ നമ്മൾ കാണുന്നു. ലേവ്യ പുസ്തകം 23-ന്റെ-34 നമ്മളിത് കാണുന്നു. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകുന്നു. നമ്മൾ ലേവ്യ പുസ്തകം 23-ന്റെ-34 നമ്മളിത് വായിക്കുന്നു. ഈ കൂടാര പെരുന്നാളും ഇസ്രായേൽ മക്കൾ ഇപ്പോഴും ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂടാരം പെരുന്നാളും ഇനിയും നിവൃത്തിയാകാനുള്ള ഒരു പെരുന്നാളായിട്ട് നമ്മൾ കാണുന്നു. അത് വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇതിൻ്റെ നിവർത്തീകരണം നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് 21-ന്റെ-3 സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അതായത് മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ആ കർത്താവിൻ്റെ ദൈവത്തോടു കൂടെ വസിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും വരും കാലത്തിൽ ആ നിത്യത കുറിച്ചുള്ളതായ ഒരു നിവർത്തീകരണമായിട്ട് ഈ പെരുന്നാൾ നമ്മളെ കാണിക്കുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തെ, ഈ പെരുന്നാളുകളെ ഒക്കെ നമുക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഒന്നുകൂടെ നമ്മൾ ഈ പെരുന്നാളുകളുടെ നിഴലും പൊരുളുമായ കാര്യങ്ങളെ നമ്മൾ ഇപ്പോൾ ചിന്തിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുമ്പോൾ, പുറപ്പാട് 19 ദൈവം പ്രമാണം കൊടുത്തു. അത് പ്രവൃത്തികൾ 2 പെന്തക്കോസ്തിൽ അത് നിവർത്തീകരിച്ചു. അന്നത് നിയമം നൽകപ്പെട്ടെങ്കിൽ ഇവിടെ പുതിയ നിയമത്തിൽ അത് ആത്മാവ് നൽകപ്പെടുന്ന അനുഭവമായിരുന്നു. ഒന്നത് ബാഹ്യകൽപ്പനയായിരുന്നെങ്കിൽ അത് ആന്തരിക കൽപ്പനയായിട്ട് ദൈവം നമുക്ക് തന്നു. ഒന്ന് കൽഫലകങ്ങളിലായിട്ട് അത് നൽകിയെങ്കിൽ ഇത് മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവം എഴുതിയ അനുഭവങ്ങളാണ് അതിൻ്റെ നിവർത്തീകരണമായിട്ട് നമ്മൾ കാണുന്നത്. ആദ്യത്തെ പ്രമാണം നൽകിയപ്പോൾ ഭയവും ഭീതിയൊക്കെയാണ് അവിടെ എല്ലാവർക്കും ഉണ്ടായതെങ്കിൽ, ഇവിടെ പുതിയ ഉടമ്പടി നൽകിയപ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് നിറയുന്ന പരിശുദ്ധാത്മാവിലെ വലിയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായിട്ട് നമുക്കതിനെ കാണാനായിട്ട് കഴിയുന്നു. അത് ദൈവവുമായിട്ട് അകലം വെച്ചുള്ള ഒരു അനുഭവമായിരുന്നു പഴയ ഉടമ്പടിയെങ്കിൽ, ദൈവവുമായിട്ടുള്ള ഐക്യബന്ധപ്പെടുന്ന ഒരു അനുഭവമാണ് ഇതിൻ്റെ പൊരുളിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അന്നൊരു ഇസ്രായേൽ ഒരു ജനതയായെങ്കിൽ സഭ ഒരു ശരീരമായിട്ട് വെളിപ്പെട്ട അനുഭവമാണ് ഈ ഒരു അതിൻ്റെ പൊരുളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന് നിയമം കൊല്ലുന്ന ഒരു അനുഭവമാണെങ്കിൽ, ആത്മാവ് ജീവൻ നൽകുന്ന ഒരു അനുഭവമായിട്ട് അവിടെ ദൈവം വെളിപ്പെടുത്തിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. സീനായി മലയിൽ എപ്പോഴും ദൈവം നമ്മളോട് നീതി ആവശ്യപ്പെടുന്നു. പെന്തക്കോസ്തിൽ അത് ദൈവം നമുക്ക് നീതി നൽകുക, നീതീകരണം നമുക്ക് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു. സീനായിൽ ദൈവം തൻ്റെ വിശുദ്ധി ഇസ്രായേൽ മക്കളെ കാണിച്ചെങ്കിൽ, പെന്തക്കോസ്ത് ദിനത്തിൽ ദൈവം തൻ്റെ വിശുദ്ധി നമ്മളുമായിട്ട്, അല്ലെങ്കിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പങ്കിടുന്ന പഴയ ഉടമ്പടിയിൽ അത് 3000 പേർ മരിച്ചെങ്കിൽ 3000 പേര് രക്ഷിക്കപ്പെടുന്ന അനുഭവം പുതിയ ഉടമ്പടിയിൽ നമ്മൾ കാണുന്നു.
നമ്മുടെ ജീവിതത്തിൽ ഈ നിഴലായ കാര്യങ്ങളെയും പൊരുളായ കാര്യങ്ങളെയും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥമായിട്ട് ഈ ഒരു ഇന്ന് നമ്മളായിരിക്കുന്ന കാര്യത്തിലും ഇന്ന് നമ്മളായിരിക്കുന്ന പുതിയ നിയമ അനുഭവത്തിലും നമുക്കിതൊരു നിഴലായിട്ട് കൊണ്ടുപോകാനും നമ്മുടെ ജീവിതമായിട്ട് കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ് ഇത് നമ്മളെ അറിയിക്കുന്നതായ ഒരു കാര്യം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 9-ഉം 10-ഉം. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുകയും എന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ഉപദേശത്തെ നമുക്ക് ഉപദേശമായിട്ട് നമുക്ക് നമ്മുടെ ഒരു സൈഡിൽ വെച്ച് കൊണ്ട് നടക്കാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും. ഇത് രണ്ടും നമ്മുടെ ഈ കാലയളവിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് നമുക്ക് ലഭിക്കുന്നതായ ഉപദേശത്തെ നമ്മുടെ ജീവിതത്തിൽ അത് അലങ്കാരമാക്കി തീർക്കുന്നില്ലെങ്കിൽ അത് നമ്മളൊരു അലങ്കാര വസ്തുവായിട്ട് സൂക്ഷിക്കുന്നതേ ഉള്ളെങ്കിലും ഈ രണ്ട് സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ ഉപദേശങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ രക്ഷിക്കപ്പെടുക, വിശ്വാസ സ്നാനം, അതുപോലെ പരിശുദ്ധാത്മാ സ്നാനം, വക്രതയുള്ള തലമുറയിൽ നിന്നുള്ള വേർപെട്ട ജീവിതം, വിശുദ്ധീകരണം, യേശു ജീവിപ്പിച്ചതുപോലെ ജീവിക്കുക, ക്രൂശ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി കേൾക്കുകയും ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം നമുക്ക് നമ്മുടെ ഉപദേശം ഇതൊക്കെയാണ് എന്ന് വെച്ച് നമ്മുടെ സൈഡിൽ വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണെങ്കിൽ മാത്രമേ ആ ഉപദേശത്തെ നമുക്ക് ജീവിതത്തിൽ അലങ്കാരമാക്കി തീർക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോഴേ നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഉപദേശവും നമ്മൾ കേൾക്കുന്ന കാര്യം ഇതൊക്കെയാണ്. ക്രൂശെടുക്കുക, യേശു ജീവിച്ചതുപോലെ ജീവിക്കുക, പാപം വിട്ടൊഴിഞ്ഞൊരു ജീവിതം, അത് നമ്മൾ കേൾക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ കാര്യമെന്ന് നമ്മൾ ആശ്വസിച്ച് പോകാതെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ നമുക്ക് ഇത് നിഴലും ഉരുളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരൂ. ഇസ്രായേൽ മക്കൾക്ക് അത് നിഴലായിട്ട് തന്നെ ഇരുന്നു, അതിപ്പോഴും അത് നിഴലായിട്ട് തന്നെ ഇരിക്കുന്നു. എന്നാൽ നമുക്ക് കൃപയാൽ അത് പൊരുളാക്കി തീർക്കാൻ, നമ്മുടെ ജീവിതമാക്കി തീർക്കാൻ ദൈവം നമുക്ക് വലിയ വാഗ്ദാനം നിഴലായിട്ട് കൊണ്ട് നടക്കാതെ നമ്മളത് ജീവിതത്തിൻ്റെ പൊരുളാക്കി തീർക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പഴയ നമ്മുടെ ക്രിസ്തീയ സമുദായങ്ങളിലൊക്കെ അതും അവർ നിഴലായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേകിച്ച് തോമസിന് വേണ്ടി മാത്യു സാത്താനെ ഉപേക്ഷിച്ച് മെസ്സിഹായെ സ്വീകരിക്കുന്നു. അതവരത് നിഴലായിട്ട് ചെയ്യുക. അതുപോലെ സ്നാനം, അതിന് പകരമായിട്ട് അവർ വെള്ളം തളിക്കുന്നു. പരിശുദ്ധാത്മ സ്നാനത്തിന് പകരമായിട്ട് അവർ മൂറോൻ തൈലം ചെയ്യുന്നു. അതുപോലെ വേർപാട്ട ജീവിതത്തിന് വേണ്ടി ഈ മാമോദീസ കഴിഞ്ഞ കുഞ്ഞിനെ 3 ദിവസം മറ്റുള്ളവരുടെ കയ്യിലൊന്നും കൊടുക്കാതെ കീപ്പ് ചെയ്യുന്നു. അതുപോലെ യേശു ജീവിച്ചതുപോലെ എന്ന് പറയുന്നതിന് നിഴലായിട്ട് അവർ തടിക്കുരിശോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുമന്നുകൊണ്ട് നടക്കുക, ഈ കാര്യങ്ങളൊക്കെ അവർ നിഴലായിട്ട് പിന്തുടരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കേൾക്കുന്നതായ കാര്യങ്ങളും നമുക്കും അതൊരു നമ്മുടെ ഒരു പ്രമാണമാണ് എന്നുള്ള നിലയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് ഫലമായിട്ട് തീരുള്ളൂ എന്നുള്ള കാര്യത്തെ നമുക്ക് വളരെ ഗൗരവമായിട്ട് എടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി ഉള്ള ഒരു പരിശ്രമമായിട്ട് നമ്മുടെ ജീവിതം എപ്പോഴും ദിനംപ്രതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ദിനംപ്രതി ഇത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്, നാളെയും ഇത് തന്നെയാണ് നമുക്ക് കേൾക്കാനുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു വ്യത്യാസം. ഇസ്രായേൽ മക്കളും അല്ലെങ്കിൽ നാമധേയ ക്രിസ്തീയതയൊക്കെ അതൊരു നിഴലായിട്ട് തന്നെ അവർ കൊണ്ടു നടക്കുന്നു. നമുക്കിതൊരു പൊരുളായിട്ട് തീരണം. അതാണ് നമ്മുടെ മുമ്പിലുള്ളതായ വെല്ലുവിളി. അപ്പോൾ നാം ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിലും പ്രായോഗികത്തിൽ പലപ്പോഴും നമുക്ക് ഈ നിഴലായിട്ട് വേണമെങ്കിലും പോകാനായിട്ട് കഴിയും. അങ്ങനെ ഒരു സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ
ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരുകയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവിനെ തന്നെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചുകൊണ്ട് നമ്മൾ ആ തലയെ മുറുകെ പിടിക്കുന്നവരായി തീരുവാൻ, ഈ നിഴലായ കാര്യങ്ങളെ ആയിട്ടിത് നമ്മൾ കൊണ്ടു നടക്കാതെ നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ മുൻപോട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ ദിനംപ്രതി നമ്മളെ തന്നെ ഏൽപ്പിക്കുകയും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുകയും ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള വലിയ വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. എൻ്റെ ദേഹമെന്ന തിരിശീല ചീന്തി ദൈവം നമുക്ക് ആ പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ നിഴലുകളല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് പൊരുളായിട്ട് തന്നെ, ജീവനായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ സ്നേഹമൊക്കെ നമുക്ക് തമ്മിൽ സ്നേഹിക്കാനും ആ ഒരു ജീവിതത്തിൻ്റെ അനുഭവമാക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തോട് അടുത്ത് ചെന്നാൽ അവൻ നമ്മളോട് അടുത്ത് വരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ കൈകളെ വെളിപ്പാക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറഞ്ഞാൽ നമ്മളോട് ക്ഷമിച്ച് നമ്മുടെ സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമായ കർത്താവ് നമുക്കുണ്ട്. നമ്മൾ സ്വയം നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കാതെ, സ്വയം നമ്മൾ നീതീകരണത്തിലേക്ക് പോകാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ദൈവത്തോട് മുമ്പിൽ ദിനംപ്രതി നമ്മൾ ദൈവത്തോട് നിരന്ന് ജീവിക്കുന്നവരായി തീരാൻ, ഇരുമനസ്സുള്ള ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പാൻ, നമ്മൾ അകമേ ഹൃദയത്തിലൊരു മനോഭാവവും ഇടപെടലിൽ വേറൊരു മനോഭാവമായിട്ട് പോവുക. ഇരുമനസ്സുള്ള ഹൃദയങ്ങൾ അത് ദൈവത്തിനൊരു സ്വീകാര്യമല്ലാത്ത ഹൃദയമാണ്. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. നമുക്കൊരു മനസ്സായി തീരാം. ഉള്ളതുപോലെ, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഉള്ളതുപോലെ എന്നുള്ള നിലയിൽ ഒരു മനസ്സായി തീരാനായിട്ട് നമ്മളെ തന്നെ എപ്പോഴും ദൈവമുമ്പാകെ നമുക്ക് വിധേയപ്പെടാം. അല്ലെങ്കിൽ നമ്മളൊരു മൂടുപടവിട്ട ജീവിതത്തിൻ്റെ വ്യക്താക്കളായിട്ട് ദൈവം നോക്കുമ്പോൾ നമ്മളെ കാണും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ മൂടുപടി നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതായ ആ ശ്രേഷ്ഠമായ അനുഭവത്തിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ആ നിലയിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. ആ നിലയിൽ നമുക്ക് ദൈവത്തോട് അടുക്കുന്നവരായി തീരാം. നമ്മളൊരു അകലം വിട്ട് അനുഗമിക്കുന്നവരാകാതെ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരായി തീരാൻ നമുക്ക് ഓരോ ദിവസവും ഏൽപ്പിക്കാം. നമ്മുടെ നെള്ളികളെയല്ല, തലയെ തന്നെ, യാഥാർത്ഥ്യങ്ങളെ തന്നെ നമുക്ക് മുറുകെ പിടിക്കുന്നവരായി തീരാം. നമ്മുടെ ഹൃദയങ്ങളെ ആ നിലയിൽ ശുദ്ധീകരിക്കാം. നമ്മുടെ കൈകളെ ആ നിലയിൽ വെടിപ്പാക്കാം. നമുക്ക് ആ നിലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവവചനത്തിന് മുമ്പായി എന്നെ അതിനായിട്ട് താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തിൽ കൂടി വരുവാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, തിരുവഴുത്തുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് തീരാൻ സഹായിക്കണമേ. എന്നെ ഉള്ളതായ അടുത്ത് വരുന്ന അനുഭവത്തിൽ ആയിത്തീരാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സ്വയത്തിൻ്റെ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആ തലയെ മുറുകെ പിടിക്കുന്നവരായിട്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവത്തനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നവരായിട്ട്, ആ കർത്താവിനെ പിൻപറ്റുന്നവരായിട്ട്, ആ കർത്താവ് ജീവിച്ച ജീവിത മാതൃകളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരായിട്ട് തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിൽ അതിനായിട്ട് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഓരോരുത്തർക്കും ആവശ്യമായ കൃപ ധാരാളമായിട്ട് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.